ഹലോ, ബൈജൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അപ്പോൾ സാസു കോഴിക്കുഞ്ഞുങ്ങളാണ്. സാസു കോഴിക്കുഞ്ഞുങ്ങൾ വീഡിയോ കൊണ്ടുവന്നിടക്ക് ഞാൻ ഇട്ടിരുന്നു. കൊണ്ടുവന്ന സമയത്ത് 1-2 പ്രാവശ്യം ഇട്ടതല്ലാതെ പിന്നീട് ഇടാൻ പറ്റിയിട്ടില്ല. മറ്റ് വീഡിയോസൊക്കെ ഉള്ള കാരണം ഇതിൻ്റെ ഒന്നും വീഡിയോ ഇടാൻ പറ്റില്ല. തൂങ്ങി നിൽപ്പുണ്ട്. ഇത് 35 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതിൽ ഇപ്പോൾ ആകെ 22-23 കൊണ്ടേ ഉള്ളൂ. 2 തൂങ്ങിയിപ്പുണ്ട്. ഇതിനൊക്കെ മരുന്ന് നമ്മൾ സാധാരണ മരുന്നിലൊന്നും നിൽക്കൂല. ഇതിൻ്റെ ഈ അസുഖങ്ങൾക്ക് നമ്മുടെ സാധാരണ മരുന്നിലൊന്നും നിൽക്കൂല. നമ്മൾ സാധാരണ മരുന്ന് കൊടുത്താലും റെഡിയാവൂല. വന്നു കഴിഞ്ഞാൽ വന്നത് തന്നെയാണ് അസുഖങ്ങൾ. ഇതിപ്പോൾ 3-4 ബാച്ചാണ് ഞാൻ കൊണ്ടുവരുന്നത്. ആദ്യത്തെ ബാച്ച് മാത്രമാണ് എനിക്ക് കൊടുത്തതിനൊരു ബെനിഫിറ്റ് കിട്ടിയുള്ളൂ. മേടിച്ച് കൊടുത്തപ്പോഴുള്ളൊരു ബെനിഫിറ്റ് കിട്ടി, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് കൊണ്ടുവന്നതിൽ ഈ പറഞ്ഞ ഒരു 50 എണ്ണം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 25 അല്ലെങ്കിൽ 15 ഒക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നത് അതിൻ്റെ തീരെ ചിലവ് മാത്രം കിട്ടും. നമ്മൾ അധ്വാനിച്ചതിൻ്റെ പൈസ കിട്ടാറില്ല. അപ്പോൾ ഇതുങ്ങൾക്ക് വന്നത് ഇതാണ്, കഫക്കെട്ടാണ്. ഈ കഫക്കെട്ട് കിടന്ന് കാണിക്കുന്നുണ്ട്. കഫക്കെട്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. സാസുവിന് മാത്രം ഇത്രയും വിഷയം വരുന്നത്. സാസുവിൻ്റെ ഒപ്പം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാമലക്ഷ്മി ഒരു പൂവൻ കിടപ്പുണ്ട്, വൈറ്റ് സാധനത്തിന് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. പക്ഷെ അവർക്ക് പ്രതിരോധശേഷിയുണ്ട്. ഈ അസുഖം അതുങ്ങൾക്ക് വരുന്നില്ല. ഇതുങ്ങൾക്കാണ് ഈ വിഷയം വരുന്നത്. കോഴിക്ക് മാത്രമേ വിഷയം വരുന്നുള്ളൂ. ബാക്കിയുള്ള കോഴികൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് 1ാമത്തെ ബാച്ചിലോ 2ാമത്തെ ബാച്ചിലോ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ആ ബാച്ചിൻ്റെ അണുക്കൾ ഇതിനകത്ത് നിന്ന് വീണ്ടും ഈ മറ്റേ കോഴികളിലോട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് 3-4 ബാച്ച് വന്നിട്ടും ആദ്യത്തെ മൊത്തം 4 ബാച്ച്, അതിനകത്ത് ഒരു ബാച്ച് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 2ാമത്തെ ബാച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കോഴിക്ക് കഫക്കെട്ട് വന്നു. ആ കഫക്കെട്ടിന് 3ാമത്തെ ബാച്ചിനും വന്നു, 4ാമത്തെ ബാച്ചിനും വന്നു. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞിട്ട് ഇത് നിർത്തുന്ന പരിപാടി. ഇനിയിപ്പോൾ ഇങ്ങനെ സാസുവിനെ എടുക്കൂല. നമുക്കിനകത്ത് നഷ്ടം വരില്ല കേട്ടോ. നഷ്ടം വരില്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ 35 കൊണ്ടുവന്നാണ്. 35 ഏകദേശം എനിക്ക് 40 രൂപ 35 രൂപ 40 രൂപയോളം കുഞ്ഞിൻ്റെ വിലയും 35 രൂപ കുഞ്ഞിൻ്റെ വിലയും പിന്നെ സർവീസിങ് ചാർജ് നമ്മൾ എടുത്താണ് തൃശ്ശൂർ പോയി എടുത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ പൈസ വെച്ച് കണക്ക് കൂട്ടുമ്പോഴേക്കും ഒരു 60-70 രൂപ വെച്ചും ഒരു കുഞ്ഞിന് 50-60 രൂപ എങ്ങനെ ഒരു കുഞ്ഞിന് വരുന്നുണ്ട്. നമ്മുടെ അന്നത്തെ വണ്ടി കാശും ഇതും നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ ഒരു 50-60 രൂപ ഒരു കുഞ്ഞിന് വരും. അങ്ങനെ 35 എടുത്താൽ 35 ഇപ്പോൾ ഉള്ളത് 22 കൊണ്ടേ ഉള്ളൂ. 22 ഇത് പോക്കാണ്. ഇത് കിട്ടൂല. അവിടെ നിൽപ്പുണ്ട് അതും കിട്ടൂല. 2 പോക്കാണ്. അപ്പോൾ ഇതെല്ലാം കഴിച്ച് വരുമ്പോൾ 20 ഇത് ഇതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട്. എനിക്ക് അതും പോക്കാണ്. ഇതിനൊക്കെ മരുന്ന് കൊടുത്തിട്ടൊന്നും ഏൽക്കണില്ല. കഴിഞ്ഞ 2 ബാച്ചിനും ഞാൻ ഇതുപോലെ മരുന്ന് കൊടുത്തിട്ടൊന്നും രക്ഷയുണ്ടായില്ല. ഞങ്ങൾ പോവും എന്നുള്ള ഒറ്റ നിർബന്ധിതത്തിന് മരിച്ചു ചത്തു പോവും. മരുന്ന് കൊടുത്താലൊന്നും മാറണില്ല. പിന്നെ ഞാൻ മതിയാക്കി മരുന്ന് കൊടുക്കൽ. അപ്പോൾ ഈ ബാച്ചിലൊക്കെ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗ്രാമശ്രീക്ക് പകരം നമുക്ക് കിട്ടിയതാണ്. ഇതിലുണ്ടായില്ല. മറ്റേ ഗ്രാമശ്രീ കിട്ടിയില്ല പോവാൻ. എന്നാൽ പിന്നെ ഇതിനെ എടുക്കാൻ തൊട്ട് അങ്ങനെ പോയപ്പോൾ അത്രയും ദൂരം പോയതാണല്ലോ. അപ്പോൾ 1-2 കോഴിക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അവിടെ വണ്ടി കാശുടേക്ക് പോകണമല്ലേ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇതിങ്ങളെടുത്തതാണ് കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ പൈസ നമുക്ക് വലിയ നഷ്ടമൊന്നും വരില്ല. നഷ്ടം വരില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്വാനത്തിൻ്റെ മൂല്യം കിട്ടൂല. എന്നിരുന്നാലും മുടക്കാശ് കിട്ടും. മുടക്കാശും കിട്ടും, തീറ്റ ചെലവും കിട്ടും. ഇതിന് ഹൈബ്രിഡ് കോഴിക്കുഞ്ഞുങ്ങൾ ഹൈബ്രിഡ് ആണല്ലോ. ഇത് മൊത്തം ഹൈബ്രിഡ് കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതുങ്ങൾക്ക് മറ്റേ തീറ്റ തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതൊന്ന് 2 മരുന്നുകൾ ക്ലിയറായിട്ട് മരുന്നുകൾ കൊടുത്തേ പറ്റുള്ളൂ നിങ്ങൾക്ക്. അല്ലാതെ മറ്റുള്ള കോഴികളെ പോലെ അല്ല ഈ കോഴികൾ. ഗ്രാമശ്രീ കോഴിയൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ട് വളർത്തി സാധാരണ ഇത് കൊടുത്ത് നമുക്ക് വളർത്താം, കുഴപ്പമില്ല. പക്ഷേ ഇതുങ്ങൾ വളർത്തുമ്പോൾ ഹൈബ്രിഡ് കോഴികളായ സാസോ അങ്ങനെയുള്ള ബ്രോയിലർ അങ്ങനെയുള്ള ഐറ്റംസിനെ വളർത്തുമ്പോൾ അതിന് മരുന്ന് നിർബന്ധമാണ്. മരുന്ന് കറക്റ്റായിട്ട് ആ ടൈമിന് കൊടുത്ത് ഇട്ടാൽ മാത്രമേ കിട്ടുള്ളൂ. 2 അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള കോഴികളായിട്ട് കൂട്ടി മിക്സ് ചെയ്തിടാതിരിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവമാണ്. പക്ഷേ ഇത് ലാഭമാണ് സംഭവം. നമ്മൾ 3 മാസം 2.5-3 മാസം കൊണ്ട് തന്നെ ഏകദേശം 2.5 കിലോ തൂക്കം വെക്കണ കോഴികളാണത്. സാസോ അനുഭവമുള്ളതാണ് എനിക്ക്. പക്ഷേ ഇത് മരണനിരക്ക് കൂടുതലാണ്. ഗ്രാമത്തിലേക്ക് ഒരു 100 കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10 കുഞ്ഞ് 15 കുഞ്ഞ്, ഏറ്റവും കൂടി 20 കുഞ്ഞ് ഇപ്പോഴും നമുക്ക് 80 കിട്ടും. ഇതല്ല, ഇത് 100 എടുത്തു കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു 30-40 വെക്കാൻ പറ്റും. മാക്സിമം കൂട്ടി വന്നാൽ 30-40 അത്ര കിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളതൊക്കെ ചത്തോണിയാണിത്.
അപ്പോൾ എൻ്റെ ഈ 50 ഞാൻ എടുത്തപ്പോഴും ഇങ്ങനെ തന്നെയാണ്, 60 എടുത്തപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 35 കൊണ്ടുവന്നതിൽ എപ്പോഴും 22 ഉള്ളൂ. അതിൽ 2 പിന്നെ പോക്കാണ്. അപ്പോൾ പിന്നെ മരുന്ന് കൊടുത്തതിനെ ക്ലിയർ ചെയ്തെടുക്കുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ പണി കിട്ടിയേക്കാണ്. പണി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്വാനം, എൻ്റെ അധ്വാനം വെറുതെ പോവും. ഏത് കാലത്ത് പോയി തീറ്റ കൊടുത്തതും മരുന്ന് കൊടുത്തതും കൂട് ക്ലീനിങ് ഇങ്ങനെയുള്ള വരുന്ന കാര്യങ്ങളൊക്കെ നഷ്ടം വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ നാടൻ കോഴി കുഞ്ഞുങ്ങളെ എടുക്കുന്നതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. ഗ്രാമശ്രീ കോഴികൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുങ്ങൾക്ക് വിരയുടെ മരുന്ന് ഞാൻ കൊടുത്തു. ഇതുങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഈ കഫക്കെട്ട് വരുന്നത് പോലെ വരുന്നത് വിരയുടെ വിഷയം തന്നെയാണ് ഇതുങ്ങൾക്ക് വരുന്നത്. വിര മരുന്നിൻ്റെ വിഷയം തന്നെയാണ് വരുന്നതെന്ന് തോന്നണം. അപ്പം അങ്ങനെയുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ ഇത് കുറേ എണ്ണത്തിനൊന്നും കഫക്കെട്ട് വലിയ കുഴപ്പമില്ല. കഫക്കെട്ടാണെങ്കിലും എടുത്തു പോകുന്നുണ്ട് ഇവർ. പക്ഷേ കുറേ കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യക്കുറവുള്ള കോഴികൾ ഈ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ ക്ഷീണിച്ച അവശതയായി ഭക്ഷണം എടുക്കാതെ പോകണത് ചത്തു പോകുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ട്. അപ്പോൾ സാധനം എടുക്കുമ്പോൾ നോക്കണം. ഈ കൂടുതൽ ചെറിയ കൂടെ ഹൈറ്റൊക്കെ ഇത്ര ഉള്ളതില്ല. ഇത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിടുന്നതാണ് ഞാനത്. 5 കള്ളിയാണ് ഇരുന്നത്, 5 കള്ളിയായിരുന്നത്. ഇതിപ്പോൾ 2 കള്ളി ആക്കിയേക്കാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഷീറ്റിൻ്റെ അപ്പുറത്ത് ഡേവളുടെ കുഞ്ഞിനും കൂടെ വന്നിടും. ഒരു മാസമൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കും. 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് മാറ്റും. ഇതിനകത്തോട്ടിട്ട് 1 മാസം കൂടി കഴിയുമ്പോൾ ഇവിടെ നിന്ന് പുറത്തിറക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ സാസുവിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്